ഇതൊരു വിജയ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ കല്യാണം സമയമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടാണ്. ഇത് ഇടാണ്ട് നമുക്ക് കല്യാണം ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും വിജയിക്കുമ്പോൾ ഇത് ഇടാറുണ്ട്. നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? ഭരണം പറഞ്ഞാൽ എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ജമ്മു കാശ്മീരിൽ തന്നെ നമുക്ക് കാണാം. ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തു. പിന്നെ എത്രയോ ടെററിസ്റ്റ് ആക്ടിവിറ്റി കുറഞ്ഞു. ഈ 500 വർഷം കഴിഞ്ഞിട്ട് രാം മന്ദിർ 500 വർഷം കഴിഞ്ഞിട്ട് കിട്ടി നമുക്ക്. അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറെ വർക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതല്ല പറഞ്ഞു BJP ബെസ്റ്റ് ആണ്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് BJP തന്നെയാണ് ഉള്ളതിൽ. നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാനിലെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും കുറച്ച് സ്ത്രീകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി വിജയിച്ച് തൃശ്ശൂരിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ എത്തിയ സമയത്ത് അദ്ദേഹത്തിനൊരു വിജയ കിരീടം, ഒരു പകിടി തലയിൽ സമർപ്പിച്ചുകൊണ്ട് വെച്ചു കൊടുത്തുകൊണ്ട് രാജസ്ഥാനിൽ എങ്ങനെയാണോ ഒരു ആൾ യുദ്ധം കഴിഞ്ഞെല്ലാം വന്ന് വിജയിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് വിജയിച്ചു വരുന്ന സമയത്ത് സ്വീകരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഈ അമ്മ ഈ പകിടി സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ രാജ് പുരോഹിത് വിഭാഗമായിട്ടുള്ള രാജസ്ഥാനിലെ ആ ഒരു വിഭാഗത്തിലെ അമ്മയാണത്. അമ്മ നമസ്കാരം. പേരെന്തായിരുന്നു? ഗീത രാജ് പുരോഹിത്. ഇത് എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ഒരാൾ വിജയിച്ചു വരുന്ന സമയത്ത്? ഇതൊരു വിജയ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ കല്യാണം സമയമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടാണ്. ഇത് ഇടാണ്ട് നമുക്ക് കല്യാണം ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും വിജയിക്കുമ്പോൾ ഇത് ഇടാറുണ്ട്. ഇത് നരേന്ദ്രമോദിയൊക്കെ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഈ സംഭവം ധരിക്കുന്നത് അതത്രയും പ്രാധാന്യം ഉണ്ടല്ലേ രാജസ്ഥാനിൽ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾക്കുള്ള താല്പര്യം അദ്ദേഹം BJP ആയതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്നതിന്റെ പേരിലാണോ? ജനങ്ങളെ സേവിക്കാറുണ്ട്, അതിൻ്റെ ആണോ? നമ്മൾ മലയാളി ജില്ലയിലാണ്, നമ്മൾ ഫിലിംസ് ഒന്നും കാണാറില്ല ഇവിടുത്തെ. അപ്പോൾ BJPയുടെ ആളായി അത് കാണാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ മോദിയുടെ വലിയ ഫാനായിട്ട് എനിക്ക് ഗോപിയുടെ നല്ല ഒരു ഫാൻ ആയിട്ടുണ്ട് ഞാൻ, സുരേഷ് ഗോപി. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഈ വട്ടം BJP കുറെ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് തിരിച്ചു പിടിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? അത് ഒക്കെ കവർ ആവും. അവിടുത്തെ ആൾക്കാർ നല്ല ഇപ്രാവശ്യം ജയിച്ചു വന്നു. BJPയുടെ ഒക്കെ കാൻഡിഡേറ്റ്സ് ബെസ്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം റിസൾട്ട് പോസിറ്റീവ് ഉണ്ടാവും. ഈ രാഹുൽ ഗാന്ധിയെ പറ്റി എന്താണ് അഭിപ്രായം? രാഹുൽ ഗാന്ധി പറ്റി എനിക്കൊന്നും പറയാമൊന്നുമില്ല. ഐ ഡോണ്ട് ലൈക്ക് ഹിം. അറിയില്ല പ്രത്യേകിച്ച്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ലത ശത്രുഘ്ന ജാദവ്. സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്ര. ഇപ്പോ മഹാരാഷ്ട്രയിൽ BJPയുടെ പ്രവർത്തനത്തിലുള്ള ആളാണോ, അല്ലെങ്കിൽ ശിവസേനയുടെ പ്രവർത്തനത്തിലുള്ള ആളാണോ? BJP. അപ്പോ ഇവിടെ ഈ കേരളത്തിലെ ഈ മഹാരാഷ്ട്രയിലും BJPയുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് അറിയോ? വ്യത്യാസമുണ്ട്. ഇവിടെ കുറവാ. BJPയുടെ ആൾക്കാരും പ്രവർത്തനം കുറവാ. മഹാരാഷ്ട്രയില് പണ്ട് തൊട്ടുണ്ട്. അത് കാരണം അവിടെ നന്നായിട്ട് പ്രവർത്തിക്കാനുണ്ട്. ഉണ്ട്. ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഈ രാജസ്ഥാൻ അല്ലെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ് ഈ ഛത്രപതി ശിവാജി മഹാരാജാവും അതോടൊപ്പം തന്നെ വീര സവർക്കറും. അവിടെ സാധാരണ ജനങ്ങളിടയിൽ ഈ 2 വ്യക്തികൾക്കുള്ള പ്രാധാന്യം അത് കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ? അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഇല്ല. അവിടെ എങ്ങനെയാണ് ഇവരോടുള്ള സമീപനം? അവിടെ അവൾക്ക് ഭഗവാൻ പോലെയാണ്. ശിവാജി മഹാരാജൊക്കെ പൂജിക്കുന്നുണ്ട് മഹാരാഷ്ട്രയില്. അത്ര വലിയ ആളാണ് വീര സവർക്കർ ആയാലും അങ്ങനെയാണ്. ഇപ്പൊ കോൺഗ്രസ് വീര സവർക്കറിനെ ഒരു രാജ്യദ്രോഹിയായിട്ട് കാണുന്നു. ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളായിട്ടൊക്കെയാണ് കാണുന്നത്. എന്താണ് ആ കോൺഗ്രസ് ഇങ്ങനെ നിരന്തരമായിട്ട് പറയാനുള്ള കാരണം? രാഹുൽ ഗാന്ധി പറയാറുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് വിവരം കുറവ്. അത് കാരണം വേറെ ഒന്നുമില്ല. അത് അങ്ങനെ ചെയ്തിട്ടില്ല. സവർക്കർ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്ക് അത് അറിവേ കുറവാ. അത് കാരണമാണ്. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരാള് പറയില്ല, അങ്ങനെ പറയില്ല. പക്ഷെ ഇത്തവണ മഹാരാഷ്ട്രയിൽ ഈ ഇന്ത്യ സഖ്യത്തിന്, രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഇവരെല്ലാം അടങ്ങുന്ന സഖ്യത്തിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത്? അവിടെ മഹാരാഷ്ട്രീയൻ ആൾക്കാര് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് മറാഠ ആരക്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയില്ല. മോദി അങ്ങനെ ആരക്ഷണം കൊടുക്കില്ല വിചാരിച്ചിട്ടാണ് കുറച്ച് ദേശത്തിൽ ആൾക്കാര് വോട്ട് കുറവാ. വേറെ അടുത്ത വട്ടമൊക്കെ ഇപ്പൊ നിയമസഭ ഇലക്ഷൻ ആവാറായി മഹാരാഷ്ട്രയില്. അവിടെ അധികാരത്തിൽ BJP വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അവിടെ BJP തന്നെ വരും. മഹാരാഷ്ട്രയിലെ മികച്ചൊരു BJP നേതാവിന്റെ പേര് പറയാൻ പറ്റും? BJPയുടെ നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. ഉണ്ട്, നല്ലതാ. നിതിൻ ഗഡ്കരിയെ പറ്റി എന്താ അഭിപ്രായം? നിതിൻ ഗഡ്കരി നല്ല ആളാ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇന്ദു.
സ്ഥലം രാജസ്ഥാൻ. രാജസ്ഥാനാണ്. ഈ പറയുന്ന ഈ രാജ് പുരോഹിത വിഭാഗം അല്ലേ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസ് ആണ്. ഈ എന്താണ് ഈ പറയുന്ന രാജസ്ഥാനിലൊക്കെ ജാതീയമായിട്ടുള്ള എന്തെങ്കിലും വേർതിരിവുകൾ ഉണ്ടോ? കാസ്റ്റ് എന്തെങ്കിലും വേർതിരിവുകൾ? അത് വിരോധമില്ല, അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നമുണ്ടെന്ന് കേരളത്തിൽ ചില ആളുകൾ പറയുന്നുണ്ട്, നുണയാണല്ലേ? എന്താണ് ജൂട്ട? അത് ഹിന്ദു എന്നുള്ള ഒരു സംഭവം മോദിയില് ഫസ്റ്റ് ഇല്ല, അത് സെയിം ആണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സെയിം ആണ്. ഇപ്പോ ഈ നമ്മള് മലയാളം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് മനസ്സിലാവുള്ളൂ. മോദിജിയെ പറ്റി എന്താ അഭിപ്രായം? മോദിജിയാണ്, ഞങ്ങൾ മോദിജിയാണ് ഫാനാണ്. മോദിജി അത് കോസ്റ്റ് അത് ഹിന്ദു മുസ്ലിം അത് കഷ്ടമൊന്നുമില്ല, അത് സെയിം ആണ്. രാജ്യം മാത്രമേ ഉള്ളൂ. ആ രാജ്യം മാത്രമാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പ്രതിഭ. സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. മലയാളം അത്യാവശ്യം അറിയോ? അത്യാവശ്യം ഉണ്ട്, അത്ര അറിയൂ. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്താ അഭിപ്രായം? എന്താ? അത്ര അറിയാറില്ല. ഇപ്പൊ നോക്കിട്ട നല്ല ആളെങ്ങനെ ആയിരുന്നു, ഇപ്പൊ സഹകാരം നോക്കിട്ടാ പറയാനോ. ഇനി പ്രവർത്തനം നോക്കിട്ട് പറയാം അല്ലെ? ഇപ്പൊ കൊറേ ദിവസം ആയി ഞങ്ങളെ ഇവിടെ വന്നിട്ട്. ഞങ്ങള് മഹാരാഷ്ട്രയിലെ നിക്കാറുണ്ട്, അപ്പൊ ഇപ്പൊ നോക്കിട്ട് പറയാനോ. നമസ്കാരം. പേരെന്തായിരുന്നു? രേഖാദേവി. രേഖാദേവി. ഈ BJP-യുമായിട്ട് എന്താണ് ബന്ധം? BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണോ അവിടെ നാട്ടില്? BJP ആണ് പ്രവർത്തിക്കണമെന്നല്ല, BJP ആണ് അല്ലെ? ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറയാനുള്ളത്? നല്ലതാണോ? മലയാളം മനസ്സിലാവുന്നില്ല ചേച്ചി. ഇപ്പോ സുരേഷ് ഗോപി ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ്. അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ സാധാരണ ജനങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? സപ്പോർട്ട് ചെയ്യും. ആൾ നല്ലൊരു നല്ല ആൾക്കാരിന് വേണമായിട്ട് നല്ല ഒരു സൗകര്യം കാണിക്കുമ്പോൾ നല്ല ടൈപ്പ് വിജയം കിട്ടും. അടുത്ത് കണ്ട് ഈ തലയിൽ ഈ പകിടി വെച്ച സമയത്ത് എന്താ അദ്ദേഹം പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആളെ നന്നാവട്ടെ. ഇതിന് മുന്നേ ഈ ഇലക്ഷന് തൊട്ട് മുന്നായിട്ട് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടിരുന്നു? കണ്ടിട്ടുണ്ടായി. ബിഫോർ 2 months കല്യാണ സാരീസിൽ കണ്ടിട്ടുണ്ടായി. BJP-യുടെ നേതാക്കന്മാരോ പ്രവർത്തകർക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്? നിങ്ങൾ വോട്ട് ചേർക്കാനോ അങ്ങനെ എന്തെങ്കിലും? വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ BJP വോട്ട് ചെയ്ത് എത്ര പേരുണ്ട്? ഇവിടെ ഇവർക്ക് മാത്രമേ. നാട്ടിലാണ്. നമസ്കാരം. ഭായി ഈ പറഞ്ഞ പോലെ മലയാളം നല്ല പോലെ അറിയാലോ? മലയാളം അറിയാം. സുരേഷ് ഗോപിയെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താ? സുരേഷ് ഗോപി ഞാൻ പറഞ്ഞത് കേട്ടിരിക്കണത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യും, പിന്നെ ഗ്രൗണ്ട് വർക്ക് കൂടുതലാണ്, എല്ലാവരും ഇറങ്ങിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. അത് കേട്ടിട്ടുണ്ട് കുറെ പേര് പറയണത്. പിന്നെ നമുക്ക് ഈ 5 വർഷത്തിൽ അറിയാലോ എങ്ങനെയാണ് നോക്കിയിട്ട് അറിയാം സുരേഷ് ഗോപിയുടെ വർക്ക് എങ്ങനെയാ, അത് വെച്ച് മനസ്സിലാക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിരിക്കണം, ഫുള്ള് പോസിറ്റീവ് ആണ്. ഇപ്പൊ രാജസ്ഥാനിലൊക്കെ ഇതുപോലെ സുരേഷ് ഗോപിയെ പോലെ ഉള്ള നേതാക്കന്മാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ രാജസ്ഥാനിൽ? ജനങ്ങൾക്ക് ഇതുപോലെ വലിയ സേവനം, സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സഹായിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ അറിയുമോ? അല്ല, അങ്ങനെ അത്ര അറിയില്ല, പക്ഷെ ഉണ്ട്, അങ്ങനെ ഹെൽപ്പ് ചെയ്യണ ഒരുപാട് പേരുണ്ട്. അതുണ്ട്. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ എന്താ നിങ്ങളുടെ ജോലി? എന്താ ഇത്ര ഫാമിലീസ് ഉണ്ട്? ഞാൻ ചെയ്യണ വർക്ക്, ഞാൻ ഒരു തുണി ഷോപ്പിലെ അക്കൗണ്ട്സ് വർക്ക് ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ, അങ്ങനെ ഉണ്ട്, ബിസിനസ് ഒക്കെ ഉണ്ട് അച്ഛൻ്റെ. അത്രേ ഉള്ളൂ. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിജയം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ, വരുന്ന ഈ വർഷങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം നോക്കി മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക്? അത് പിന്നെ നമുക്ക് നല്ല വർക്ക്, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അത് നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യാം. നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? ഭരണം പറഞ്ഞാൽ എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ജമ്മു കാശ്മീരിൽ തന്നെ നമുക്ക് കാണാം, ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തു, പിന്നെ എത്രയോ ടെററിസ്റ്റ് ആക്ടിവിറ്റി കുറഞ്ഞു, പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും സീറ്റുകളുടെ എണ്ണം ഇത്തവണ കുറഞ്ഞല്ലോ BJP. മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ 8,500 പെർ മന്ത് വെച്ച് കൊടുക്കും കോൺഗ്രസ്. അത് ആ ഗ്യാരണ്ടി കാർഡൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാരണം കുറെ ക്യാഷിന്റെ അതിൽ വന്നിട്ട് കുറെ പേര് അവർക്ക് വോട്ട് കൊടുത്തു. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വരുന്ന 5 വർഷവും സുരക്ഷിതമായിരിക്കും. മോദി പിന്നെ നമുക്ക് ഈ 500 വർഷം കഴിഞ്ഞിട്ട് രാം മന്ദിർ 500 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ നമുക്ക്
അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറെ വർക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതല്ല പറഞ്ഞത് BJP ബെസ്റ്റ് ആണ്, പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് BJP തന്നെയാണ് ഉള്ളതിൽ.